നമസ്കാരം, ഞാൻ ആയുഷ് മീഡിയയുടെ പുതിയ ലക്കത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ അല്ല ഞാൻ ഇടുന്നത്. ഇപ്പോഴത്തെ മാമ്പഴത്തിൻ്റെ ഒരു സീസണാണ്, മാമ്പഴക്കാലം എന്ന് പറയാം. അപ്പോൾ മാമ്പഴമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ ഞാൻ ഇടുകയാണ്. ഞാനിപ്പോൾ നിൽക്കുന്ന എൻ്റെ കിളിച്ചുണ്ടൻ മാവിൻ്റെ ചോട്ടിലാണ്. ഈ തവണ ഞങ്ങൾക്ക് നല്ല വിളവുണ്ടായിരുന്നു മാവിലെ. ഞങ്ങൾ കുറേയൊക്കെ അച്ചാറുണ്ടാക്കാനൊക്കെ മാറ്റിയിട്ട് ഉപ്പിലിട്ട് മാറ്റി വെച്ചു. പിന്നെ അത്യാവശ്യം വിളഞ്ഞത് താഴെ വീഴാതെ നമ്മളതെല്ലാം പറിച്ചിട്ട് നമ്മൾ പഴുപ്പിക്കാൻ വെച്ചിരുന്നു. ഈ തവണ എന്തായാലും ദൈവം സഹായിച്ച് ഒന്നേപ്പോലും പുഴുവില്ലായിരുന്നു. നല്ല മാങ്ങയാണ് കിട്ടിയത്. കിളിച്ചുണ്ടൻ മാങ്ങ പഴുത്തു കഴിഞ്ഞാൽ കട്ട് ചെയ്തിട്ട് നമ്മൾ അങ്ങനെ കഴിക്കുന്നതിനെക്കാട്ടും നല്ലതാണ്. അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ചുവന്നുള്ളി, കാന്താരി ഇത് രണ്ടും കൂടെ ചതച്ചിട്ടിട്ട് അതിനകത്ത് ഉപ്പൊക്കെ ഇട്ടിട്ടൊന്ന് കഴിച്ചു നോക്കി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്, കിടുവാണ്. അപ്പോൾ ഞാൻ അങ്ങനെയാണ് കഴിഞ്ഞ ദിവസം എടുത്തത്. ഞാൻ ഒന്ന് കാണിക്കാതെ എങ്ങനെയാണെന്ന്. പിന്നെ ഇതൊക്കെ എല്ലാ വീട്ടുകളിലും ചെയ്യുന്ന കാര്യങ്ങളാണ്. പിന്നെ കിളിച്ചുണ്ടൻ മാങ്ങ ഒന്നും ഇല്ലാത്ത നാട്ടിലൊക്കെ ഉള്ള ആളുകൾക്ക് വേണ്ടിയാണിത്. ഇതുണ്ടാക്കാൻ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് കിളിച്ചുണ്ടൻ മാങ്ങ നന്നായിട്ട് കഴുകിയെടുക്കുകയാണ്. കഴുകിയതിന് ശേഷം ഞാനിതിൻ്റെ തൊലി ഒന്ന് ചെത്തിക്കളയുകയാണ്. ഇങ്ങനെ ചെത്തിക്കളഞ്ഞതിന് ശേഷം നമ്മളത് പൂളിയെടുക്കുകയാണ്. പൂളിയെടുക്കുമ്പോൾ നന്നായിട്ട് നോക്കിക്കോണം. കിളിച്ചുണ്ടൻ മാങ്ങയ്ക്ക് ഉള്ളിലെ പുഴുവൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. മറ്റ് മാങ്ങ പോലെയല്ല, കിളിച്ചുണ്ടൻ പെട്ടെന്നാണ് പുഴുവാകുന്നത്. അങ്ങനെ കുഴപ്പമൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ അത് കട്ട് ചെയ്തെടുക്കുക. അപ്പം ഞാൻ ഈ പ്ലേറ്റ് നിറയെ അത് പൂളി വെച്ചേക്കാണ്. ഇനി ഞാൻ എൻ്റെ അരകല്ലിലേക്ക് കുറേ നാടൻ പച്ചമുളകാണ് ഇടുന്നത്. നാടൻ പച്ചമുളകിന് പകരം കാന്താരി ഉണ്ടെങ്കിലും കുഴപ്പമില്ല. ഇതിലേക്ക് ഞാൻ പൊളിച്ചു വെച്ച ചുവന്നുള്ളി അതിടുകയാണ്. ഇനി അരകല്ല വെച്ച് നമ്മൾ നന്നായിട്ട് ഇത് ചതച്ചെടുക്കാൻ പോവാണ്. പിന്നെ കപ്പയ്ക്കൊക്കെ ചമ്മന്തി അരയ്ക്കുന്ന പോലെ നമ്മൾ ഒരുപാട് ഇതാകണ്ട, ജസ്റ്റ് ഒന്ന് ചതച്ച് കിട്ടിയാൽ മതി. ഇങ്ങനെ ചതച്ചെടുത്തത് ഞാനൊരു സോസറിലോട്ട് മാറ്റുവാണ്. ഇത് ചതച്ചെടുത്തത് ഞാൻ നേരത്തെ പൂളി വെച്ച മാങ്ങയ്ക്കകത്തോട്ട് ഇടുകയാണ്. എന്നിട്ട് അല്പം ഉപ്പൂടെ, ഉപ്പ് ഓവറാകണ്ട, ഓവറായി കഴിഞ്ഞാൽ ഇതിൻ്റെ ടേസ്റ്റ് അങ്ങ് പോവും. അല്പം ഉപ്പൂടെ ഇട്ടിട്ട് ഇത് നന്നായിട്ട് ഇളക്കിയെടുക്കുക. നമ്മളിത് ഇളക്കിയെടുക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ നാവിലൊക്കെ നന്നായിട്ട് വെള്ളം വരുന്നുണ്ട്. ഇങ്ങനെ ഇളക്കി വെച്ചതെന്ന് ഒരു പീസ് എടുത്ത് ഞാൻ കഴിക്കാൻ പോവുകയാണ്. കഴിക്കുമ്പം ആ ചതച്ച ഉള്ളിയുടെയും ആ മുളകിൻ്റെ ആ ഉപ്പിൻ്റെ എല്ലാം കൂടെ ആ ടേസ്റ്റ് ഒന്നിച്ചങ്ങോട്ട് കിട്ടുമ്പോൾ ഉള്ള ആ രസമുണ്ടല്ലോ, അത് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല. അത് കഴിച്ച് തന്നെ മനസ്സിലാക്കണം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ പറ്റിയുള്ള അഭിപ്രായം ജസ്റ്റ് താഴെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. അടുത്ത ദിവസം മറ്റൊരു വിഷയം, മറ്റൊരു വീഡിയോ.